ഹല്ലേലൂയ. പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം പറയുകയാണ്. നമ്മൾ 12ാം ഭാഗം വെളിപാടിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സിൻ്റെ 12ാം ഭാഗം കേട്ടു. ഇന്ന് നമ്മൾ 13ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് വിളവെടുപ്പിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് ഞാൻ സൂചിപ്പിച്ചു വെച്ചിരുന്നു. എന്നാൽ അതിനു മുമ്പ് അല്പം കൂടെ ഈ AI റോബോട്ടിനെക്കുറിച്ചും ആ ഒരു യുഗത്തെക്കുറിച്ചും കുറച്ചുകൂടെ സംസാരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ തരുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് കുറച്ചുകൂടെ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ AI റോബോട്ടിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടത്, അതിൻ്റെ ഗൂഗിളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ലണ്ടൻ അധ്യാപകൻ, ലണ്ടൻ റിസർച്ച് നടത്തുന്ന ഒരു സഹോദരൻ, അദ്ദേഹം പറയുണ്ടായി, ലോകം അടുത്ത 30 വർഷം മുന്നോട്ട് പോയാൽ ലോകത്ത് AI റോബോട്ടുകൾ മനുഷ്യരെ കൊല്ലുകയും മനുഷ്യരാശിക്ക് അത് വൻ ഭീഷണിയും മനുഷ്യവംശം തന്നെ നശിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടും. കാരണം മനുഷ്യൻ്റെ ബുദ്ധിയേക്കാൾ വലിയ ബുദ്ധിയും മനുഷ്യൻ്റെ ശക്തിയേക്കാൾ വലിയ ശക്തിയും അതിന് ലഭിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ ആ രീതിയിലാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെന്നും അത് വലിയ ദുരന്തങ്ങളും വലിയ പ്രശ്നങ്ങളും സൃഷ്ടിക്കുമെന്ന് അത് കണ്ടുപിടിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ തന്നെ പറയുമ്പോൾ ഇവിടെ നമ്മൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത്, നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിലൊരു വചനമുണ്ട്, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് അത് സോദോം ഗോമോറ പോലെ ആയിരിക്കും എന്ന് കർത്താവ് പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പുള്ള കാലഘട്ടങ്ങൾ സോദോം ഗോമോറ പോലെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു പിന്നിലെ നിഗൂഢ രഹസ്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, വെളിപാടിൻ്റെ പുസ്തകം 13ാം അധ്യായം അതിൻ്റെ 14ാം തിരുവചനം മുതലാണ് ശരിക്കും ഈ AI റോബോട്ടിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ, അതായത് മാരകമായ മുറിവ്, മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന അടയാളങ്ങൾ വഴി എന്ന് പറഞ്ഞുകൊണ്ട് അല്പോഴും താഴ്ത്തു വന്നുമ്പോൾ മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാൻ അതിന് അനുവാദം കൊടുക്കപ്പെട്ടു. അത് നമ്മൾ ഇന്നലെ കണ്ടു. പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു അത്. ആ ഒരു ഭാഗത്തെപ്പറ്റി നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പ്രതിമ വലിയ സൗന്ദര്യമുള്ള സ്ത്രീയുടെയും വലിയ സൗന്ദര്യമുള്ള പുരുഷൻ്റെയും അത് ഭാര്യാഭർത്താക്കന്മാരായിട്ട് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും അത് തമ്മിൽ സെക്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള വലിയ ചിത്രങ്ങൾ, വലിയ പരസ്യങ്ങൾ, വലിയ അതിൻ്റെ തന്നെ സിനിമകൾ, അതിൻ്റെ തന്നെ ബ്ലൂ ഫിലിമുകൾ, ഈ AI റോബോട്ടുകളെ സംബന്ധിക്കുന്ന അവർ വിവാഹം കഴിക്കുന്ന സുന്ദരികളായ സ്ത്രീയും സുന്ദരികളായ പുരുഷന്മാരും അവർ വിവാഹം കഴിച്ചുകൊണ്ട് അവർ ലൈംഗികത്തിൽ ഏർപ്പെടുന്ന, അവർ വിവാഹം കഴിച്ചതുപോലെ ദമ്പതികളെപ്പോലെ ജീവിക്കുന്ന കുറേ പരിപാടികൾ ഈ സമൂഹത്തെ കാണിക്കുവാൻ, ഈ ലോകത്തെ കാണിക്കുവാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം ഏതാനും വർഷങ്ങൾ കൂടി മുന്നോട്ട് പോയാൽ ഈ ലോകത്ത് അരങ്ങേറും. അങ്ങനെ വരുമ്പോൾ എന്തു സംഭവിക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം, ഇന്ന് ലോകത്തിൻ്റെ എല്ലാ രാഷ്ട്രങ്ങളിലും, അത് സഭയ്ക്ക് പുറത്താണെങ്കിലും സഭയ്ക്കുള്ളിലാണെങ്കിലും, നമുക്കറിയാം, ഇന്ന് ഭാര്യാഭർത്താക്കന്മാർ വിവാഹം കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് അവർ കിടപ്പറയിൽ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് മൊബൈൽ ഫോണിലെ അല്ലെങ്കിൽ ലാപ്ടോപ്പിലെ വലിയ ചിത്രങ്ങൾ കൂടിയുള്ള സെക്സ് സീനുകൾ കണ്ടുകൊണ്ടാണ്. അത് തന്നെ ആ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ ഭാര്യ അത് ഇഷ്ടപ്പെടാതെ വരികയും ഭാര്യ അതിന് സമ്മതിക്കാതെ വരികയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഭർത്താക്കന്മാർ പൊട്ടിത്തെറിക്കുകയും ഭർത്താക്കന്മാർ അവിടെ കലഹമുണ്ടാക്കുകയും ഏതാനും മാസങ്ങളോ ഏതാനും ആഴ്ചകളോ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡൈവോഴ്സിലേക്ക് പോയിക്കൊണ്ട് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന, കുടുംബ മഹത്വം നശിച്ചു പോകുന്ന, കൗദാശിക തലങ്ങളുടെ ശക്തി ചോർന്നു പോകുന്ന, കൗദാശിക വിശുദ്ധിയുടെ ശക്തിയും അതിൻ്റെ മഹത്വവും സഭയുടെ ചിന്തകളും സഭയുടെ മഹത്വമെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഡൈവോഴ്സിലേക്ക് പോയിക്കൊണ്ട് യുവതി യുവാക്കൾ ബന്ധങ്ങൾ പിരിയുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. അതതിൻ്റെ ഒന്നാമത്തെ തലം. അതൊരു ദാമ്പത്യ ബന്ധത്തിൻ്റെ തുടക്കമാണെങ്കിൽ കൗദാശിക തലങ്ങളിൽ കൂടെ വിവാഹം എന്ന കുദാശിയിൽ കൂടെ ദമ്പതികളായിട്ട് മണിയറയിലേക്ക് വരുന്നിടം വരെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ഇപ്പോൾ നമുക്കറിയാം, വിവാഹം എന്നത് സമൂഹത്തിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടുകയാണ്. വിവാഹം എന്നത് ലിവിങ് ടൂതറുകളായിട്ട് മാറുന്നു, സ്വർഗ്ഗഭോഗങ്ങളായിട്ട് മാറുന്നു, ഏകസ്ഥ ജീവിതങ്ങളായിട്ട് മാറുന്നു. ഇതെല്ലാം നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ കൂടെ വ്യക്തമായി കേൾക്കുന്നുണ്ട്. നമുക്കറിയാം, വിവാഹം കഴിക്കാതെ തന്നെ സ്ത്രീകളോട് ചില അഭിമുഖ സംഭാഷണങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അവർ പറയണം, ഞങ്ങൾക്ക് വിവാഹത്തോട് താല്പര്യമില്ല, വിവാഹം ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്നാൽ അവിടെ രഹസ്യമായിട്ട് അവരെന്ത് ചെയ്യും? വിവാഹത്തിൽ സ്ത്രീയും പുരുഷനും ആസ്വദിക്കുന്ന എല്ലാ ആസ്വാദനങ്ങളും അവർ വളരെ രഹസ്യമായിട്ട് ആസ്വദിക്കുകയും ചെയ്യും. അതിൻ്റെ എല്ലാം പിന്നിൽ
പ്രേരക ശക്തിയായിട്ട് നിൽക്കുന്നത് ഇന്നത്തെ നമ്മുടെ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് പോലുള്ള മാധ്യമങ്ങളിൽ കൂടെ കാണുന്ന ചിത്രങ്ങളാണ്. അതായത് അത് നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാമെങ്കിലും അതിനേക്കാളേറെ ഒരു സമൂഹത്തിൻ്റെ തകർച്ച, കുടുംബത്തിൻ്റെ തകർച്ച, സഭയുടെ തകർച്ച, രാഷ്ട്രങ്ങളുടെ തകർച്ച, അതിലൂടെ വരുന്നത് പിന്നീട് ആഗോള യുദ്ധമാണ്. അങ്ങനെ എല്ലാം ഒരു തകർച്ചയിലേക്ക്, എല്ലാം ഒരു ശൂന്യതയിലേക്ക്, എല്ലാം ഒരു നാശത്തിലേക്ക്, എല്ലാം ഒരു അവസാനത്തിലേക്ക് പടി കടന്നെടുത്തുന്ന സ്റ്റെപ്പായിട്ട് എത്തിക്കൊണ്ട് ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നടന്നെടുക്കുന്ന ഏറ്റവും വലിയ സംഭവത്തിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ നമ്മളിവിടെ കുറിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ മത്തായിയുടെ സുവിശേഷത്തിൽ ഒരിക്കലൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ വീടുകൾ അവർ വാങ്ങുകയും വിൽക്കുകയും വീട് പണിയുകയും അവർ ചെയ്തിരുന്നു പറഞ്ഞുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന വചനമുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും നട്ടുപിടിപ്പിക്കുകയാണ് ഇപ്പോൾ തന്നെ. ഇപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ മനസ്സിലും ആത്മാവിലും ഒക്കെ ഉള്ള കാഴ്ചപ്പാടിൽ നമ്മളോട് മീഡിയകൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ റോബോട്ടുകളെ നിർമ്മിക്കുന്ന ഫാക്ടറിയിലെ സംവിധാനങ്ങൾ സംസാരിക്കുന്നത്, ഏതാനും വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ പാടത്ത് പണിയെടുക്കുവാൻ, നിങ്ങളുടെ കുടുംബത്ത് പണിയെടുക്കുവാൻ അധ്വാനിക്കാൻ ശക്തിയുള്ള യന്ത്ര മനുഷ്യർ, അതായത് റോബോട്ടുകൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും എന്നാണ്. അതോടൊപ്പം പറയുന്നത് അവിവാഹിതരായി നിൽക്കുന്ന യുവതീ യുവാക്കൾക്ക് ദമ്പതികളെപ്പോലെ കൊണ്ടു നടക്കുവാൻ, ദമ്പതികളെപ്പോലെ കിടപ്പറയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് ആവശ്യമായ സൗന്ദര്യവും ശാരീരിക യോഗ്യതയുമുള്ള സ്ത്രീ പുരുഷ റോബോട്ടുകളെ നിർമ്മിച്ച് വാങ്ങുവാൻ ലഭിക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങൾ നൽകും എന്ന് ആ കമ്പനികൾ പ്രഖ്യാപിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു തലം നമുക്ക് മനസ്സിലാവും. അതിൻ്റെ എല്ലാം മോശമായ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ, സഭയുടെ, രാഷ്ട്രത്തിൻ്റെ ശക്തി അതോടെ ചോർന്നു പോകുന്നു, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ ഇനി ഇതിന് മറ്റൊരു തലമുണ്ട്. പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു ഇത്. അവിടെ ഒരു വലിയ സംഭവം നടക്കുന്നത് അത് 2030 ജൂൺ മാസ കാലഘട്ടം വരുമ്പോഴാണ് ആ ഒരു സംഭവം അതിൻ്റേതായ തലങ്ങളിൽ സംഭവിക്കുന്നത്. അതിൻ്റെ കാലഘട്ട ഡേറ്റുകൾ, അതിൻ്റെ കാലഘട്ടം നമ്മുടെ 2030 ജൂൺ മാസത്തിലാണ്. അതായത് എതിർ ക്രിസ്തു അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ജെറുസലേം ദേവാലയത്തെ ആക്രമിക്കുകയും ലോകം രണ്ട് ചേരിയായി നിന്നുകൊണ്ട് എതിർ ക്രിസ്തുവിനെ ജെറുസലേമിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ജെറുസലേമിനെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയും ആഗോള ലോകത്തിൻ്റെ മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഗോഗ് യുദ്ധം ആരംഭിക്കുന്നത് 2030 കാലഘട്ടങ്ങളിൽ ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ തന്നെ ഈ ജെറുസലേം ദേവാലയത്തിൽ ഈ പ്രതിമകളെ വെച്ചുകൊണ്ട് ആരാധിക്കുവാൻ വേണ്ടി അന്നത്തെ എതിർക്രിസ്തുവിൻ്റെ ശക്തി ഉള്ള രാഷ്ട്രങ്ങൾ കൽപ്പന പുറപ്പെടുവിക്കുകയും അത് ചെയ്യാത്തവരെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടെ ഈ സംവിധാനം ഒരുക്കും. കാരണം ഈ പ്രതിമ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയുടെ വസ്തുരൂപമായിട്ട് മാറും. ആ വസ്തുരൂപത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ശക്തിയാണ്, ഒരു മൃഗസ്വഭാവമുള്ള വലിയ ശക്തിയാണ്. അത് ആ കാലഘട്ടത്തിൽ, ഈ 2030 കാലഘട്ടങ്ങളിൽ ഏത് രാഷ്ട്രമാണ്, ഏത് രാജ്യത്തിൻ്റെ തലവനാണെന്ന് ഇപ്പോൾ നമുക്ക് പ്രവചിക്കുക അസാധ്യമാണ്. ഒരുപക്ഷെ ഇപ്പോൾ കാണുന്ന ആ രാഷ്ട്രത്തലവന്മാർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേറൊരു രാഷ്ട്രത്തലവന്മാർ അവിടെ വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് പ്രവചിക്കുക അസാധ്യമാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഇത്തരം സംഭവങ്ങൾ മീഡിയകളിൽ കൂടി കാണിക്കുകയും മൊബൈൽ ഫോണിൽ കൂടെയും അതുപോലെ തന്നെ ടെലിവിഷൻ സംവിധാനത്തിൽ കൂടെയും മറ്റു സംവിധാനത്തിൽ കൂടെ എല്ലാം ഈ സംവിധാനങ്ങളെ ലോകത്തിന് കാണിക്കുകയും ചെയ്യും. അങ്ങനെ കാണിക്കുന്നതിൽ തുടർന്ന് അവർ ആഹ്വാനം ചെയ്യും, ഇതിനെ നിങ്ങൾ ആരാധിക്കണം, അങ്ങനെ ആരാധിക്കാത്തവരെ ഞങ്ങൾ കൊല്ലും എന്നുള്ള രീതിയിലുള്ളൊരു പ്രഖ്യാപനം വരികയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽക്കാരിങ്ങനെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു സ്വഭാവമുള്ള രാഷ്ട്രമോ രാഷ്ട്രീയമോ മതപരമോ കാഴ്ചപ്പാടോ ഉള്ള ആളുകളല്ല. അവർ പിതാവായ ദൈവത്തെ ആരാധിക്കുന്നത് അരൂപിയായ ദൈവം, ആത്മാവായ ദൈവം, അതിൻ്റെ സീനായി മലയിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ശബ്ദവും വെളിച്ചവും മേഘവും ഇടിമിന്നലും, ആ 4 ശക്തി, ആ 4 കൂടി ഒന്നാകുന്നൊരു ശക്തി, ആ 4 ശബ്ദവും കൂടെ, ആ 4 സംവിധാനങ്ങൾ കൂടി ഒന്നാകുന്നൊരു ശക്തി, അതാണ് ഏകദൈവമെന്നും അത് സംസാരിച്ചുവെന്നും ആ ദൈവത്തിൻ്റെ ശക്തിയാണ് യഥാർത്ഥ ദൈവമെന്നും ഇസ്രായേൽക്കാർ വിശ്വസിക്കുകയും അതൊരു ഹീബ്രു മൂലത്തിൽ അവരുടെ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് അവർ കണ്ടെത്തുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ള ഇസ്രായേൽക്കാരോട് അത് പാടില്ല എന്നും ഈ വിഗ്രഹത്തെ ആരാധിക്കണമെന്നും എതിർശക്തി പറയുമ്പോൾ അതൊരിക്കലും ഇസ്രായേൽക്കാർ അംഗീകരിക്കില്ല. അതുപോലെ തന്നെ കത്തോലിക്ക സഭയിലെ വിശ്വാസവും വിശുദ്ധിയുള്ള ജ്ഞാനവും വിവേകമുള്ള ഒരു വ്യക്തിയും ഇത്തരം വിഗ്രഹങ്ങളെ ആരാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ കൊല്ലപ്പെടേണ്ട അവസ്ഥ വരും. അങ്ങനെ ആരാധിക്കാത്തവരെ പിടിച്ചുകൊണ്ടുപോയി കൊല്ലുന്ന ഒരു സാഹചര്യം 2030 കാലഘട്ടങ്ങളിൽ ആരംഭിക്കും. അപ്പോൾ അവിടെ കർത്താവ് പറയുകയാണ്, പ്രതിമയെ ആരാധിക്കുക കൊല്ലിക്കാനും വേണ്ടിയായിരുന്നത്.
ചെറിയവരും വലിയവരും ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരെയും വലത്തുകിലോ നെറ്റികിലോ മുദ്ര കുത്തണമെന്ന് അത് നിർബന്ധിക്കുകയും ചെയ്യും. ഇതിനൊരു മുദ്രയുണ്ട്. അത് 666 എന്ന് പറയുന്നൊരു സംഖ്യയാണ്. നമുക്കറിയാം 666 സംഖ്യ വരുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും. എങ്കിലും വളരെ ചുരുക്കി ഞാനൊന്ന് പറയാം. വികാരിയോസ് ദെയ് ഫിലി എന്ന ഒരു ലത്തീൻ വാക്കുണ്ട്. അത് നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ തൊപ്പിയിൽ വികാരിയോസ് ദെയ് ഫിലി എന്ന ലത്തീൻ വാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പകരക്കാരൻ എന്നാണ് ആ വാക്കിനർത്ഥം. ആ പകരക്കാരനായ ആ വികാരിയോസ് ദെയ് ഫിലി എന്ന് പറയപ്പെടുന്ന ആ ലത്തീൻ വാക്കിൻ്റെ ആകെത്തുകയാണ് 666. ആ സംഖ്യ കണക്ക് കൂട്ടുമ്പോൾ ഓരോ വാക്കിനും ഓരോ അക്ഷരങ്ങളുണ്ട്. ആ ഓരോ അക്ഷരങ്ങളും ആ അക്ഷരത്തിനൊരു സംഖ്യയുണ്ട്. ആ സംഖ്യ മൊത്തം കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് 666 എന്ന് പറയുന്നത്. അതൊരു ദുരാത്മശക്തിയുള്ള പൈശാശക്തിയുള്ള വലിയ ദുഷ്ടനായ ഒരു ഭരണാധികാരിയുടെ പ്രതിമയുടെ സംഖ്യയാണെന്നും ആ സംഖ്യയുടെ എല്ലാ രൂപവും കൂടെ കൂട്ടുന്നൊരു മുദ്രയായിട്ട് 666 സംഖ്യ വരുമെന്നും അത് എല്ലാ ലോകത്തിലെ ജനങ്ങളുടെയും നെറ്റിയിലോ കയ്യിലോ മുദ്രയായി സ്വീകരിക്കണമെന്നും അല്ലാത്തവർക്ക് കൊടുക്കലോ വാങ്ങലോ സാധ്യമല്ലെന്നും യാത്രയോ മറ്റു കാര്യങ്ങളോ ഒന്നും സാധ്യമല്ലെന്നും ഇത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കാലഘട്ടം 2030 കാലഘട്ടങ്ങളിൽ എത്തുമ്പോൾ നിർബന്ധമായിട്ട് ലോകത്തിൻ്റെ എല്ലാ രാഷ്ട്രങ്ങളും വരും. ഇപ്പോൾ തന്നെ അത് പ്രായോഗതലത്തിൽ കുറേശ്ശെയായിട്ട് വന്നുകൊണ്ടിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട സത്യം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ഇതിൽ തന്നെ ഈ എയർ റോബോട്ടിൻ്റെ മറ്റൊരു സംവിധാനം വരുന്നത് വെളിപാട് ഗ്രന്ഥം 14-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനത്തിലൊരു വചനമുണ്ട്. വെളിപാട് 13 ഗ്രന്ഥത്തിൽ വെളിപാടിൻ്റെ വചനം 13-ാം അധ്യായത്തിലെ 14-15 വചനങ്ങളാണ് നമ്മളിപ്പോൾ വ്യാഖ്യാനിച്ച് കേട്ടത്. അതിൽ 14-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിൽ വരുമ്പോൾ ഇങ്ങനെ വചനം എഴുതിയിട്ടുണ്ട്. അവിടെ സൃഷ്ടിച്ചവനെ, ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവുകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ. അപ്പോൾ ആകാശത്തെയും ഭൂമിയെയും സമുദ്രങ്ങളെയും നീരുറവുകളെയും സൃഷ്ടിച്ച ആ സൃഷ്ടിയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ സൃഷ്ടിയിൽ അന്തർലീനമായിരിക്കുന്ന ആ ആത്മാവിൻ്റെ ശക്തിയുള്ള ആ ദൈവത്തെ ആരാധിക്കും എന്നാണ് ദൂതന്മാർ പറയുന്നത്. എന്നാൽ ആരാധിക്കും. രണ്ടാമത്തെ ഒരു ദൂതൻ വന്നു പറഞ്ഞു, മഹാബാബിലോൺ വീണുപോയി, ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലംപതിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കുമ്പോഴാണ് ഈ എയർ റോബോട്ടിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ ഇതിൻ്റെ ശക്തി എത്രമാത്രം ഭയാനകമാണ്, എത്ര നമ്മുടെ ആത്മാവിനെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്നതിന്, ഇല്ലാതാക്കുന്നതിന് ഈ സംവിധാനങ്ങൾ, അതായത് ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു ഭോഗാസക്തി, ഭോഗിക്കുവാനുള്ള ആസക്തി, ലൈംഗികമായ ഭോഗാസക്തിയെ ഭയങ്കരമായിട്ട് ഈ കാലഘട്ടങ്ങളിൽ മീഡിയയിൽ കൂടെയും മറ്റു സംവിധാനങ്ങളിൽ കൂടെയും ഈ സാത്താൻ വളർത്തിയെടുക്കും. അത് പ്രത്യേകിച്ചും നമുക്കറിയാം, വളരെ അതിസുന്ദരികളായ സ്ത്രീകൾ, അതിസുന്ദരമായ പുരുഷന്മാരുടെ വേഷമുള്ള റോബോട്ട് കമ്പ്യൂട്ടറുകൾ, റോബോട്ട് പുരുഷ സ്ത്രീകൾ നിർമ്മിക്കപ്പെടുകയും അവർ തമ്മിൽ വേഴ്ച നടത്തുന്നത് ലോകം കാണുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, വലിയ ആസക്തി നമ്മളിലേക്ക് കയറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു മനുഷ്യനെ നോക്കിയാൽ തന്നെ നമ്മളിൽ വലിയ ആസക്തി ഉണ്ടാകുന്നൊരവസ്ഥ വരും. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക്, സോദോം ഗോമോറ സൃഷ്ടിക്കപ്പെട്ടു, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ലോകം സജ്ജമാവുന്നൊരു കാലഘട്ടത്തിലേക്ക് എത്തിയെന്ന് നമ്മൾ ഗ്രഹിക്കുക, മനസ്സിലാക്കുക, അതിനായിട്ട് നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ട സാഹചര്യം വന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെ വരുമ്പോഴാണ് കർത്താവ് വിളവെടുപ്പിനായിട്ട് ആ ലോകത്തിലേക്ക് ആഗതമാകുന്നത്. ഇത്രമാത്രം അസ്വസ്ഥ നിറഞ്ഞൊരു ലോകം, ഇത്രമാത്രം വൈകാരികമായ പ്രശ്നങ്ങളെ മനുഷ്യന് അതിജീവിക്കേണ്ട സാഹചര്യം വരുന്ന കാലഘട്ടത്തിലൂടെ ലോകം നടന്നു പോകുമ്പോൾ കർത്താവ് 14-ാം അധ്യായത്തിൽ അവിടുന്ന് വന്നിട്ട് പറയാണ്, 14-ാം അധ്യായം അതിൻ്റെ 14-ാം അധ്യായം 14-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ, പിന്നെ ഞാൻ കണ്ടു, ഇതാ ഒരു വെൺമേഘം, മേഘത്തിന്മേൽ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ ഇരിക്കുന്നു. അപ്പോൾ കർത്താവ് തൻ്റെ വിളവെടുപ്പിന് വേണ്ടി ലോകത്തിലേക്ക് വരുന്നത് ഇത്തരം സോദോം ഗോമോറകൾ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന വിശുദ്ധിയുടെ ഇല്ലായ്മ, സ്നേഹത്തിൻ്റെ ഇല്ലായ്മ, കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണം, സഭയുടെ നാശം, കൗദാശ ശക്തികളുടെ ശിഥിലീകരണം, കൗദാശ ശക്തികൾക്ക് ബലവും വിശുദ്ധിയും ശക്തിയും ഇല്ലാതാകുന്ന അവസ്ഥയെല്ലാം ഈ കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകും നമ്മൾ.
അവിടെ വിളവെടുപ്പിനായിട്ട് കർത്താവ് വരുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, അവിടുന്ന് കർത്താവ് പറയുകയാണ്, സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അരിവാളുമായി വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ബലിപീഠത്തിൽ നിന്ന് പുറത്തു വന്നു. അവൻ അഗ്നിയുടെ മേൽ അധികാരമുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രിയപ്പെട്ടവരെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത്തരം പൈശാചികത ലോകത്ത് നിറയുമ്പോൾ, ഇത്തരം തിന്മകൾ ലോകത്ത് നിറഞ്ഞത് സോദോം ഗോമോറ രൂപാന്തരപ്പെടുമ്പോൾ കർത്താവ് ഈ ലോകത്തെ അഗ്നി കൊണ്ട് കഴുകും എന്നാണ് പറയുന്നത്. അഗ്നി കൊണ്ട് കത്തിക്കും. അഗ്നിയുടെ മേൽ അധികാരമുള്ള ദൂതൻ ഭൂമിയിലേക്ക് വരും എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ സർവ്വ ആണവ ആയുധങ്ങളും പൊട്ടിക്കുകയും അത് സൂര്യൻ്റെ അടുത്തുകൊണ്ട് പൊട്ടിക്കുകയും അത് സൂര്യൻ്റെ ചൂട് ഭൂമിയിലേക്ക് വരികയും ആണവ ആയുധങ്ങളുടെ ചൂട് കൊണ്ട് ഭൂമി നിറയുകയും ചെയ്യുമ്പോൾ കർത്താവ് പറയാണ്, അഗ്നിയുടെ മേൽ അധികാരമുണ്ടായിരുന്നു. മൂർച്ചയുള്ള അരിവാളുള്ളവനോട് അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്റെ അരിവാളിറക്കി ഭൂമിയിലെ മുന്തിരിക്കുലകൾ ശേഖരിക്കുക, മുന്തിരിപ്പഴം പാകമായിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സത്യം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ലോകം അന്ത്യത്തിലേക്ക് അടുത്തടുത്ത് വരുന്നു. സോദോം ഗൊമോറ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്നു. ലോത്തിൻ്റെ നാളുകളും നോഹയുടെ ദിനങ്ങൾ പോലെയുള്ള ദിനങ്ങൾ ലോകത്തിലേക്ക് കടന്നു വരുന്നു. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് വരുന്ന കാലഘട്ടങ്ങളിൽ ഭക്ഷണമില്ലാത്ത അവസ്ഥയും വെള്ളമില്ലാത്ത അവസ്ഥയും വാഹനഗതാഗതമില്ലാതെയൊക്കെ വലിയ ഞെരുക്കങ്ങൾ, വലിയ പ്രശ്നങ്ങൾ ഭൂമുഖത്തുണ്ടാകുമ്പോൾ കർത്താവ് തൻ്റെ മുന്തിരിപ്പഴം ശേഖരിക്കുവാൻ വേണ്ടി വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും മുന്തിരിക്കുലകൾ പോലെ ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ കർത്താവായ യേശുക്രിസ്തുവിനു വേണ്ടി ജീവനും ജീവിതവും തൻ്റെ സഹനവും തൻ്റെ വിശ്വാസവും വിശുദ്ധിയും സത്പ്രവൃത്തികളുമെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ യേശുക്രിസ്തുവിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് മുന്തിരിക്കുല പോലെ പാകമായി നിൽക്കുന്ന മനുഷ്യരെ ഈ ലോകത്ത് നിന്ന് എടുത്തുകൊണ്ടുപോകേണ്ട കർത്താവ് തൻ്റെ വിളവെടുപ്പിന് പാകമായി എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, നാം ഇവിടെ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ മുന്തിരിച്ചക്കിലിട്ട് ആട്ടപ്പെടാനുള്ളതല്ല, കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ എടുക്കപ്പെടാനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ വിശുദ്ധിയുടെ പടവുകൾ ഇനിയും മേലോട്ട് കയറുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തില്ല എങ്കിൽ ഈ മുൻപ് പറഞ്ഞ എല്ലാ വിഷയങ്ങളും നമ്മളെ ബാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമുക്ക് കർത്താവ് പറയുന്നത്, ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായി വരുന്നത്. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ, അതൊരു മനുഷ്യൻ്റെ സംഖ്യയാണ്, ആ സംഖ്യ 666. ഇവിടെ ജ്ഞാനമാണ് ആവശ്യം. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ഇവിടെ ബുദ്ധി, ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായി വരുന്നത്. ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, മനുഷ്യന് അറിവ്, ജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനം. അപ്പോൾ അറിവിൻ്റെ തലമാണ് ലോകം മുഴുവനും, ജ്ഞാനത്തിൻ്റെ തലമാണ് സഭ മുഴുവനും. അതിനപ്പുറത്തേക്ക് ദൈവാത്മാവുമായിട്ടുള്ള പ്രത്യേക ബന്ധങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള പ്രത്യേക സംസർഗവും പരിശുദ്ധാത്മാവും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ എനിക്ക് ദൈവത്തിൻ്റെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും സന്ദേശങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ട് അത് എൻ്റെ ദർശനത്തിലോ സ്വപ്നത്തിലോ വ്യാഖ്യാനത്തിലോ കർത്താവ് പ്രകടമാക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവുമായി പരിശുദ്ധാത്മാവുമായിട്ടുള്ള സംസർഗത്തെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ എപ്രകാരം ഉപയോഗിക്കുന്നു, അത് എപ്രകാരം നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് നമ്മുടെ ജ്ഞാനം നമ്മൾ നിറയുന്നതും അതനുസരിച്ച് എൻ്റെ വിശുദ്ധിയെ ഞാൻ ക്രമീകരിക്കുന്നതും. അല്ലാതെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഒരു സാമാന്യ ജീവിതം, ഒരു സാധാരണ ജീവിതം കൊണ്ട് ഈ ലോകത്ത് ജീവിച്ചു പോയിട്ട് ദൈവത്തിൻ്റെ പക്കലെത്താമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റി എന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ് പ്രിയപ്പെട്ടവർ. കാരണം ഇപ്പോൾ തന്നെ ലോകത്ത് നമുക്കറിയാം, വാർത്താമാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എയർ റോബോട്ടുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത് വലിയ വിപത്തിലേക്ക് കൊണ്ടെത്തുമെന്ന് ശാസ്ത്ര സമൂഹം സമ്മതിക്കുന്നുണ്ട്. അത് സ്ഥാനത്തും അസ്ഥാനത്തും എല്ലാം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കുടുംബജീവിതത്തിലൊക്കെ അത് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ലോകം വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, സഭയുടെ തകർച്ച അതോടുകൂടി ആരംഭിക്കുകയും അവിടെ വലിയ രീതിയിൽ സഭയുടെ വിശ്വാസത്തെയും വിശുദ്ധിയെയും കളങ്കപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം വരും. ഇത്തരം പശ്ചാത്തലങ്ങളിൽ നമ്മൾ ഏത് രീതിയിലായിരിക്കണം എൻ്റെ ആത്മാവിനെ ഞാൻ ക്രമീകരിച്ചെടുക്കേണ്ടത്, ഏത് രീതിയിലായിരിക്കണം ഞാൻ ദൈവാത്മാവുമായിട്ടൊരു സംസർഗം രൂപപ്പെടുത്തിയെടുക്കേണ്ടത്? പ്രത്യേകിച്ചും ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഓടിച്ചെന്ന് കുമ്പസാരിക്കുവാനോ ഓടിച്ചെന്നൊരു ധ്യാനം കൂടുവാനോ ഉള്ളൊരു സംവിധാനം ഈ കാലഘട്ടങ്ങളിൽ ഇല്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിച്ച് നോക്കണം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് ജ്ഞാനം ആവശ്യമായിട്ടുള്ളത്, ഇവിടെയാണ് നമുക്ക് ബുദ്ധിയുടെ തലം, അതായത് ബുദ്ധിയുടെ തലം എന്ന അറിവിൻ്റെ തലം. ഈ ലോകത്തുള്ള അറിവിൻ്റെ തലത്തെ നമ്മൾ അത് ജ്ഞാനത്തിലേക്ക് കയറ്റി വയ്ക്കണം. ജ്ഞാനത്തെ നമ്മൾ അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക്, അതായത് പരിശുദ്ധാത്മ സംസർഗത്തിലേക്ക് നമ്മൾ കയറ്റി അതിന് 3-ാം ഘട്ടത്തിലേക്ക് വരണം. അങ്ങനെ സ്റ്റെപ്പായിട്ട് നമ്മുടെ ആത്മാവിൻ്റെ ജ്ഞാനത്തെയും വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും ഫലങ്ങളെയും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ബന്ധത്തെയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗത്തെയും പരിശുദ്ധാത്മാവുമായിട്ട് നമ്മുടെ ഉള്ളൊരു ആവാസ ജീവിതത്തെയും
നമ്മൾ ക്രമീകരിച്ച് വെക്കേണ്ട കാലഘട്ടമാണ് ഇപ്പോൾ. അല്ലാതെ നമുക്ക് ആ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ ഒരുങ്ങാം, ആ ഒരു പശ്ചാത്തലം വരുമ്പോൾ ഞാൻ കൂടുതൽ ക്രമീകരിക്കപ്പെടാം, ആ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഞാൻ പെട്ടെന്ന് പോയൊരു ധ്യാനം കൂടി വിശുദ്ധി പ്രാപിക്കാം, ആ കാലഘട്ടം വരെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ജീവിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യമനുസരിച്ച്, എൻ്റെ സന്തോഷമനുസരിച്ച്, എൻ്റെ സ്വകാര്യ ജീവിതത്തിലെ ആനന്ദമനുസരിച്ച്, അതിനുള്ള പശ്ചാത്തലങ്ങളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ ഞാൻ നിലനിർത്തിക്കൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട നമുക്ക് വലിയ തെറ്റുപറ്റും. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം കർത്താവ് പറയുകയാണ്, സർവശക്തനായ യേശുനാഥൻ പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ പറയവിടെ ഇവിടെയാണ് നമുക്ക് ജ്ഞാനം ആവശ്യമായി വരുന്നത്. ഈ ജ്ഞാനത്തിൻ്റെ ആവശ്യകതയെ ഇപ്പോൾ നമ്മളെടുത്ത് ഉപയോഗിച്ച് വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് മാറുന്നില്ല എങ്കിൽ പെട്ടെന്നൊരു മാറ്റം അസാധ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള പ്രിയ സഹോദരനെ, വിളവെടുപ്പ് അടുത്തെത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാലഘട്ടം തീരാനായി. വെളിപാടിൻ്റെ ഗ്രന്ഥം 14 അധ്യായം 14 തിരുവചനത്തിൻ്റെ കർത്താവ് പറയുന്നത്, പിന്നെ അങ്ങോട്ട് ഇതാ ഒരു വെൺമേഘം. ആ വെൺമേഘത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് മനുഷ്യനെ ആ മേഘത്തിന്മേൽ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ, അതാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു വെൺമേഘത്തിൽ ലോകത്തിലേക്ക് ആഗതനാകുമെന്നും തൻ്റെ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്നും, എന്നാൽ കൂടെ ചേരാൻ പറ്റാത്ത വിധം അശുദ്ധിയിലും അവിശ്വാസത്തിലും ആയിരിക്കുന്നവരെ കർത്താവ് തൻ്റെ മുന്തിരി ചക്കിലിട്ട് ആട്ടുമെന്നാണ് കർത്താവ് ഇരിക്കുന്നത്. 14 അധ്യായം അതിൻ്റെ 19 തിരുവചനം, മുന്തിരിപ്പഴം പാകമായിരിക്കുന്നു, അപ്പോൾ ദൂതൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിലെ മുന്തിരിവിള ശേഖരിച്ച് ദൈവത്തിൻ്റെ ക്രോധമാകുന്ന വലിയ മുന്തിരി ചക്കിലിട്ടു. പട്ടണത്തിന് വെളിയുള്ള ചക്കിലിട്ട് മുന്തിരിപ്പഴം ആട്ടി ചക്കിൽ നിന്ന് കുതിരകളുടെ കടിയാൺ വരെ ഉയരത്തിൽ 1600 സ്ഥാദിയോൺ നീളത്തിൽ രക്തപ്രവാഹമുണ്ടായി. അതിൻ്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? അതിൻ്റെ അർത്ഥം ഇതാണ്: ജെറുസലേം ദേവാലയം ആക്രമിക്കപ്പെടുകയും അവിടെ ഇത്തരം മ്ലേച്ഛതകളെ കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കർത്താവ് തൻ്റെ ആണവായുധങ്ങൾ ചുറ്റുമുള്ള രാഷ്ട്രങ്ങളിലേക്ക് എടുത്തുപയോഗിക്കുകയും അങ്ങനെ ആ പശ്ചാത്തലം വരുമ്പോൾ സ്വാഭാവികമായും അവിടെ രക്തപ്രവാഹം ഉണ്ടാകുമെന്നും അവിടെ 10,000-ങ്ങളോ ലക്ഷങ്ങളോ കോടിക്കണക്കിന് വരുന്ന ആളുകളും അതിൻ്റെ സംവിധാനങ്ങളും അതിൻ്റെ പട്ടാള സംവിധാനങ്ങളും എല്ലാം ഈ ലോകത്തുനിന്ന് അപ്രത്യക്ഷമാകുന്ന സാഹചര്യം വരുമ്പോൾ വലിയ പ്രതിസന്ധികൾ, വലിയ കൂട്ടമരണങ്ങൾ അവിടെ ഉണ്ടാകുമെന്നും കർത്താവ് മുൻകൂട്ടി പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞ വചനമാണ് ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത്. അതിൻ്റെ തന്നെ പ്രിയപ്പെട്ടവരെ ഞാൻ എപ്പോഴും പറയുന്നൊരു വചനമാണ് വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം. അതെപ്പോഴും നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുകയും അതിൻ്റെ ഒരുക്കം നമ്മുടെ ഹൃദയത്തിൽ ഏതെല്ലാം രീതിയിൽ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ചെയ്യണം. ജീവൻ്റെ വൃക്ഷത്തിൽ മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അംഗികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകളും വിഗ്രഹാരാധനും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള ആളുകളെ പുറത്താക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ആ പുറത്താക്കപ്പെടുന്നവരുടെ പട്ടികയിൽ ഞാൻ ചേരാതെ, ഞാൻ ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ ഇപ്പോഴേ കരുതൽ വേണം. ഇവിടെയാണ് വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും അളവ്. ജീവൻ്റെ വർഷത്തിൽ അവകാശം ലഭിക്കാനും കവാടങ്ങളെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുക. അങ്കികൾ അവയവങ്ങൾ ഇന്ദ്രിയങ്ങൾ. നമ്മുടെ ഓരോ ഇന്ദ്രിയത്തെയും ഈ ലോകത്തിൽ എന്ത് കാണണം, എന്ത് കാണരുത്, എന്ത് കേൾക്കണം, എന്ത് കേൾക്കരുത്, എൻ്റെ ശരീരം ആരുടെ അടുത്തായിരിക്കണം, അതായത് ലോകരാഷ്ട്രങ്ങളിലെ സംവിധാനങ്ങളിൽ ഏതെല്ലാം സ്ഥലത്തായിരിക്കണം എൻ്റെ ശരീരം, എൻ്റെ മനസ്സും ശരീരവും ആത്മാവും എപ്പോഴും ഏത് ഭാഗത്ത് മാത്രമായിരിക്കണം. അത് ദേവാലയത്തിലാണോ, അത് ധ്യാനത്തിലാണോ, കുമ്പസാരത്തിലാണോ, അത് ആരാധനയിലാണോ, അത് ഏകദിന പ്രോഗ്രാം പോലെയുള്ള വിശുദ്ധീകരണ പ്രക്രിയയിലാണോ, ഏതെങ്കിലും വിടുതൽ ആരാധനയിലാണോ, എവിടെയായിരിക്കണം എൻ്റെ ശരീരമെന്ന് ഇപ്പോൾ തീരുമാനിച്ച് വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും തലങ്ങളിൽ കൂടെ കടന്നു പോകാൻ, കൂടുതൽ വിശുദ്ധിയിലേക്ക്, കൂടുതൽ ജ്ഞാനത്തിലേക്ക്, കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശക്തിയുടെ അതിൻ്റെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അതിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും പ്രത്യേകം ഒരുങ്ങുകയും ചെയ്യാം. അതിനെ നമ്മളെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.